ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയെ എപ്പോഴായിരിക്കും നിങ്ങൾ വീണ്ടും കാണുക എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. 8 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർട്സ്, 4 ഓഫ് കപ്സ്, ജസ്റ്റിസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് വൺസ്, 8 ഓഫ് വൺസ്, 2 ഓഫ് കപ്സ്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം 8 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നിങ്ങളെയും ആ ഒരു വ്യക്തിയുടെയും എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം ബിസി ആണെന്ന് കാണിക്കുന്നുണ്ട്. വർക്ക്, സ്റ്റഡി, ഹീലിംഗ് എന്നിവയിലൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അറ്റൻഷൻ ബന്ധത്തിലല്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തയ്യാറെടുപ്പിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 10 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജിയാണ്. ആ ഒരു വ്യക്തി ഒരുപാട് തകർച്ചയിലൂടെ, മാനസികമായിട്ട് ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പഴയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇതൊക്കെ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലിന് വീണ്ടും സമയമെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു വ്യക്തിക്ക് അവരുടെ മുന്നിൽ പല ഓപ്ഷൻസും ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇപ്പോഴും ഇവിടെ നമുക്ക് കാണിക്കുന്നത് ഇപ്പോഴും നിങ്ങളിലേക്ക് മാത്രം പോകുന്ന ഒരു എനർജിയാണ്. അവരിപ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് വീണ്ടും ആലോചിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. പുതിയ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നെങ്കിലും അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ കർമ്മ ബാലൻസ് ചെയ്യുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് റീയൂണിയന് മുൻപ് ചില സത്യങ്ങൾ കൂടി നിങ്ങൾ തിരിച്ചറിയുമെന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായാലും ആ ഒരു വ്യക്തിയായാലും ഇപ്പോൾ തിരക്കാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ഇടയ്ക്കൊക്കെ നിങ്ങളെ ആലോചിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ തിരക്കാണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറിയ ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് ഇവിടെ വർദ്ധിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എനർജറ്റിക് ആയി ഗ്ലോ അപ്പ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അതുപോലെ ഇവിടെ സ്റ്റെബിലിറ്റി, ഇൻഡിപെൻഡൻസ് ഇവയൊക്കെ ശക്തമാകുന്നു. നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എനർജറ്റിക്കലി ഇവിടെ ഹൈ വൈബ്രേഷനിൽ എത്തുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളൊന്നും വലുതായിട്ട് ആലോചിക്കുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. കൂടുതലും പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സ് മറ്റ് കാര്യങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വഴിതിരിച്ച് വിടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ പല സമയത്തും ഈ ഒരു വ്യക്തി മുൻപ് പല സമയത്തും നിങ്ങളെ സമീപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ചില മടി കാരണം അവർ വീണ്ടും പുറകിലോട്ട് പോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ 8 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ വരവെന്ന് പറയുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു 8 ഓഫ് വൺസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ തീർച്ചയായിട്ടും 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് റീയൂണിയൻ റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെയാണിത്. അതായത് നിങ്ങൾ തമ്മിൽ ഇമോഷണൽ ബാലൻസ്, മ്യൂച്വൽ ലവ് ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് സോൾ ടു സോൾ മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. നമുക്കിവിടെ 2 ഓഫ് കപ്സ് ആണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വീണ്ടും തിരിച്ചെത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്
ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൂടി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ അതിൻ്റെ കൃത്യമായ ടൈമിംഗ് അത് യൂണിവേഴ്സിൻ്റെ കൈകളിൽ മാത്രമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരാറാകുമ്പോൾ യൂണിവേഴ്സ് തന്നെ ചില സൂചനകൾ നിങ്ങൾക്ക് തരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തുന്ന കാര്യങ്ങളാണ്. ഇതിലൂടെ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള റീയൂണിയൻ പ്രോസസ്സ് വേഗത്തിലാകും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.